ഞാൻ സിൻസി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. നമുക്ക് കാണാം ഇത് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് നോക്കിയാൽ നമ്മളെല്ലാവരും ഇതൊന്ന് തുറക്കുന്നത് എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് തുറന്നു നോക്കാം. വുഡൻ ട്രെല്ലിസ് പ്ലാന്റർ. നമ്മുടെ പ്ലാന്റർ കിട്ടിയിരിക്കുന്നത് ഇതുപോലെ പീസുകളായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാം. ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ മാനുവലും ഇതിന്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് കാണിച്ചു തരാം. ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ട്രെലീസ് പാർട്ടായിട്ടുള്ളത്. ഇത് അതിന്റെ ബോട്ടം പീസ്. ഇതാണ് ഇതിന്റെ രണ്ട് സൈഡുകളും, മറ്റേ രണ്ട് സൈഡുകളും ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആദ്യമേ തന്നെ ഈ പീസിലേക്ക് ഈ രണ്ട് പീസിനെയും കൂടെ അറ്റാച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രെല്ലിസ് അറ്റാച്ച് ചെയ്യേണ്ടത്. നാല് വശം നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇവിടെ ഇടാനുള്ള ഒരു ഭാഗം കൂടെ ഉണ്ട്. നമ്മൾ അതും കൂടെ എടുത്തിട്ട് കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്ലാന്ററിൻ്റെ പണി കഴിഞ്ഞു. ആയിട്ട് ഇങ്ങനെ ഒരു ഭാഗം കൂടെ ഉണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് വയ്ക്കാനുള്ളത്. അതും കൂടെ വെച്ച് കഴിയുമ്പം പ്ലാന്റർ റെഡിയായി. നമ്മുടെ ഈ പ്ലാന്ററിൻ്റെ വർക്ക് ഇവിടെ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 4 സൈഡും പിടിപ്പിച്ച് അതിൻ്റെ ട്രെല്ലിസോട് കൂടിയുള്ള പ്ലാന്റർ ഇവിടെ നമുക്ക് റെഡിയായി. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്ററാണ്. വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെടികൾ കയറ്റി വിടാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രെല്ലിസ് ഉള്ളതുകൊണ്ട് നല്ല എളുപ്പമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്ററാണ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് നട്ടിരിക്കുന്നത് ഒരു പോട്ടിൽ ചെടി നട്ടിട്ട് ആ പോട്ട് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രെയിറ്റ് ആണെങ്കിലും ചെടികൾ നടുവാൻ പറ്റും. പക്ഷേ നമുക്കൊരു ഇതുപോലെ ലൈനർ ഇട്ട് കൊടുക്കണം. ഒരു വീട് മാറ്റം എന്തെങ്കിലും നന്നായിട്ട് കട്ടിയിൽ ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് മണ്ണ് നിറയ്ക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇവിടെ സൈഡ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മണ്ണ് നിലത്ത് പോകും. ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് ലൈനിങ് ഇട്ട് അങ്ങനെ നടുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നട്ടിരിക്കുന്നത്. ഞാനിങ്ങനെ നട്ടതിൻ്റെ കാരണം നമുക്ക് ഈ പോട്ടുകൾ നമുക്ക് മാറാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ചെടിയും കൂടി ഇവിടെ വെച്ചെങ്കിൽ നന്നായിട്ട് ബുഷിയാക്കി നിർത്തുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഈ പ്ലാന്റർ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 1 Day Deals എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പം നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞെങ്കിൽ $69 ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. 69 അല്ലെങ്കിൽ $79 ആയിരുന്നു ഇതിൻ്റെ വില കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് നമുക്ക് വൈറ്റ് കളറോ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക തീം ആയിട്ടുള്ള കളർ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിനെ കളർ അടിച്ചാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ തടിയുടെ കളറല്ല നിങ്ങൾക്ക് വേണ്ടത്, വേറെ കളർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നത്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വുഡാണ്. നല്ല സ്ക്രൂകൾ വെക്കാൻ വേണ്ടി നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വേണം നമ്മൾ ഈ സ്ക്രൂകൾ പിടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സിൻസീസ് ഗാർഡൻ. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ ഐഡിയാസുകൾ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.